ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ലണ്ടൻ വിശേഷത്തിൻ്റെ മറ്റൊരു വിശേഷത്തിലേക്ക് സ്വാഗതം. മറ്റൊരു ചെറിയ യാത്രയാണ്. ചെറിയ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ചെറിയൊരു ഫംഗ്ഷന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഫംഗ്ഷൻ നടക്കുന്ന ഓഡിറ്റോറിയത്തിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ യാത്രയിലെ വിശേഷവും. ഈ ഓഡിറ്റോറിയത്തിനകത്ത് നമുക്ക് കിട്ടുന്ന സർവീസുകളും കാര്യങ്ങളും എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയൊക്കെയാണ് നമുക്കിവിടെ ഒരു റൂം വാടകയ്ക്ക് എടുക്കാൻ പറ്റുക, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ നമുക്ക് പേഴ്സണലി എങ്ങനെയൊക്കെയാണ് നടത്താൻ പറ്റുക, അല്ലെങ്കിൽ ഒരു ഇവൻറ്റ് നടത്തണമെങ്കിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഇന്നത്തെ ഈ കുഞ്ഞു യാത്രയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ലണ്ടൻ വിശേഷത്തിന്റെ ഈ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നാട്ടിലാണെങ്കിൽ നമുക്കൊരു ഫംഗ്ഷൻ നടത്തണമെങ്കിൽ നമ്മളൊരു ഒരു ഓഡിറ്റോറിയം നമ്മൾ ബുക്ക് ചെയ്യും. അത് കഴിഞ്ഞ് നമ്മളൊരു കാറ്ററിംഗ് പാർട്ടിക്ക് അതിന്റെ കോൺട്രാക്ട് കൊടുക്കും. ആ കാറ്ററിംഗ് പരിപാടി ഫുഡിന്റെ കാര്യം മാത്രമാണെങ്കിൽ അവർ ഫുഡിന്റെ കാര്യങ്ങൾ മാത്രം നോക്കും. സ്റ്റേജ്, വെന്യൂ, ഡെക്കറേഷനൊക്കെ വേറെ പാർട്ടി ആയിരിക്കും ചെയ്യുക. ഇപ്പോൾ എല്ലാ പരിപാടികളും ഒരുമിച്ച് ഓരോ വ്യക്തികൾ ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരു രീതിയിലാണല്ലോ നമ്മുടെ നാട്ടിലത്തെ രീതികൾ. അപ്പൊ കല്യാണം പോലെയുള്ള വലിയ വലിയ പരിപാടികൾക്കാണെങ്കിലാണ് നമുക്ക് അങ്ങനെയുള്ള വലിയ ഓഡിറ്റോറിയത്തിനെ കുറിച്ച് ചിന്തിക്കേണ്ടതായിട്ടുള്ളൂ. ഇപ്പൊ യൂറോപ്പിൽ വന്ന് നമ്മൾ താമസിക്കുന്നവർക്ക് അങ്ങനെ അത്രയും വലിയ വലിയ ഫംഗ്ഷനുകൾ, ഒരു 200, 300, 400 ആളുകളുടെ ഫംഗ്ഷനുകളൊക്കെ വളരെ തുച്ഛമായിട്ടേ ഉണ്ടാവുകയുള്ളൂ. കാരണം ഒരു 10-100 പേരെടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരാളൊക്കെയാണ് അങ്ങനെയുള്ള വലിയ ഫംഗ്ഷനുകളൊക്കെ നടത്തുന്നുള്ളൂ. അതുപോലെ തന്നെ അങ്ങനെ ആ പരിപാടികൾ നടത്തുന്നതിന് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കൂടുതലുണ്ട്. അപ്പോൾ അതിനാൽ തന്നെ ഒട്ടുമിക്ക ആളുകളും വലിയ വലിയ പരിപാടികളെല്ലാം നാട്ടിൽ വെച്ച് നടത്തി കല്യാണത്തിന്റെ ഫംഗ്ഷനുകളുടെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമ്മളൊരു കുഞ്ഞു നമുക്കൊരു ബർത്ത്ഡേ പ്രോഗ്രാം വന്നു. അതുപോലെ തന്നെ നമ്മൾ ഒരു കൊച്ചിന്റെ നൂലുകെട്ട്, അല്ലെങ്കിൽ മാമോദിസ, അല്ലെങ്കിൽ ആദ്യ കുർബാന, അങ്ങനെയൊക്കെയുള്ള ചെറിയ, പിന്നെ ഇവിടെ ഒരു 18ാമത്തെ ബർത്ത്ഡേ ഇവിടെ ഭയങ്കര ആഘോഷമായിട്ടാണ് ഇവിടെയുള്ളവർ എല്ലാവരും ആഘോഷിക്കുക. കാരണം അവരൊരു ഇൻഡിപെൻഡന്റ് സിറ്റിസൺ ആയി എന്നുള്ള രീതിയിൽ, കാരണം മെച്യൂരിറ്റി ആയി, പക്വതയായിട്ടുള്ള ഒരു യുവാവ് അല്ലെങ്കിൽ യുവതി. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഫംഗ്ഷനുകളാണ് ഇവിടെ കൂടുതലായിട്ട് വരിക, ബർത്ത്ഡേ ഫംഗ്ഷനുകൾ. അപ്പൊ അങ്ങനെയൊക്കെ നമുക്കൊരു ഫംഗ്ഷൻ നടത്തണമെങ്കിൽ നമുക്കൊരു കുഞ്ഞ് ഓഡിറ്റോറിയോ ഒരു ഹോളോ നമുക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കുഞ്ഞു ഹോളോ ഓഡിറ്റോറിയത്തിൽ നമുക്ക് കിട്ടുന്ന ഫെസിലിറ്റീസ് എന്തൊക്കെയാണ്, നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ അവിടെ ചെയ്യണം എന്നൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. ആദ്യമേ തന്നെ പറയട്ടെ, നമുക്ക് നമ്മുടെ കൊച്ചിന്റെ ഒരു ബർത്ത്ഡേ ആഘോഷിക്കണം, അപ്പൊ അല്ലെങ്കിൽ നമുക്കൊരു നൂലുകെട്ട് ആഘോഷിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു 3-4 മാസം മുമ്പ് തന്നെ മുൻകൂട്ടി നമ്മളത് ഓർത്തു ഇരിക്കുകയും മുൻകൂട്ടി അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യുകയും അതുപോലെ തന്നെ ഈ ഒരു ഹോളിന് വേണ്ടിയിട്ട് നമ്മൾ അഡ്വാൻസ് പേയ്മെന്റ് നൽകി അത് ബുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ ആദ്യത്തെ കടമ്പ. കാരണം നമുക്കൊരു ഹോള് നമുക്ക് കിട്ടണമെങ്കിൽ ഏറ്റവും കുറഞ്ഞൊരു 3 months എങ്കിലും അഡ്വാൻസ് ആയിട്ട് നമ്മൾ ഓൺലൈനിൽ സൈറ്റിൽ പോയിട്ട് ആ ഹോളിന്റെ ഉടമസ്ഥർക്കായിട്ട് നമ്മൾ റിക്വസ്റ്റ് കൊടുക്കുകയും അവരുടെ അടുത്ത് റിട്ടേൺ മെയിൽ വരുന്നതനുസരിച്ചിട്ട് നമ്മൾ അവർക്ക് ഫീസ് അടച്ച്, എത്ര പൗണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പല രീതിയിൽ അഡ്വാൻസ് ആയിട്ട് കൊടുത്ത് ബുക്ക് ചെയ്യാവുന്ന, മുഴുവൻ ബുക്ക് ചെയ്യാവുന്നുണ്ട്, അതുപോലെ തന്നെ പാർട്ടായിട്ട് ബുക്ക് ചെയ്യാവുന്ന രീതിയിലൊക്കെ ഓപ്ഷനുകളുണ്ട്. എന്തായാലും അവരിൽ നിന്ന് നമുക്ക് ഈ സമയത്ത് നമുക്ക് അനുമതി കിട്ടിയാൽ മാത്രമേ നമുക്ക് ആ ഒരു ഹോള് നമുക്ക് കിട്ടുകയുള്ളൂ. ഇപ്പൊ നാട്ടിലായാലും അങ്ങനെ തന്നെ. പക്ഷേ നമുക്ക് ക്വിക്കായിട്ട് ഓടിച്ചെന്ന് നാളെ രാവിലെ ഒരു ഹോള് കിട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യത്ത് നടപടി ആവില്ല എന്നുള്ള കാര്യം ആദ്യമേ അറിയിക്കുന്നു. നമ്മള് ഒരു ഹോള് നമുക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടി, അതുപോലെ തന്നെ നമ്മൾ ബുക്കിംഗ് ഓക്കെ ആയെങ്കിൽ ആ ഹോളിൽ എത്ര വ്യക്തികൾ പങ്കെടുക്കുന്നുണ്ട്, അതിൽ എത്ര കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് നമ്മൾ കൃത്യമായിട്ട് അവരെ ഇൻഫോം ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഒരു ഏകദേശം ഇത്ര പേര് അല്ലെങ്കിൽ ഏകദേശം അത്ര പേരൊന്നും പറയാൻ സാധിക്കില്ല. കൃത്യം നമ്പർ ഓഫ് പേഴ്സണെ ആ ഫംഗ്ഷനിൽ പങ്കെടുക്കുന്നവരെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ്, പേരും വിവരമൊന്നും ഇല്ലെങ്കിൽ നമ്പർ കൃത്യമായിട്ട് എക്സാക്റ്റ് ആയിട്ട് നമ്മൾ ആ കെട്ടിടത്തിന്റെ ഉടമസ്ഥന് നൽകേണ്ടതായിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു റൂം കിട്ടി നമ്മളൊരു ഫംഗ്ഷന് വേണ്ടിയിട്ട് ചെല്ലുമ്പോൾ അവിടെ ഫയർ സേഫ്റ്റിയെ കുറിച്ച് നമ്മൾ അവർക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിരിക്കണം. വരുന്നവർക്ക് എല്ലാ ഫയർ എക്സിറ്റ് എവിടെയാണ്, ഫയർ സേഫ്റ്റി എന്തൊക്കെ നമ്മൾ ചെയ്യണം, നമ്മുടെ ഫയർ അസംബ്ലി പോയിന്റ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വരുന്നവരെ പറഞ്ഞ് കൊടുക്കേണ്ടതായിട്ടുള്ള. നമ്മൾ ഈ കാണുന്ന ബിൽഡിംഗ് ഒരു ഹോളാണ്. ഈ ഒരു ഹോളിലേക്ക് നമ്മളൊരു ഫംഗ്ഷന് വേണ്ടിയിട്ട് പോവുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഹോളിന് നമുക്ക് 1 മണിക്കൂറിന് ഇത്ര പൗണ്ടാണ് ഇതിന്റെ വാടക. ഈ തണുപ്പ് രാജ്യം ആയതുകൊണ്ട് തന്നെ നമ്മൾ വരുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഊരി വെക്കാനായിട്ടുള്ളൊരു പ്രത്യേകമായിട്ടുള്ളൊരു പ്രൊവിഷൻ അവർ ചെയ്തിട്ടുണ്ട്. പിന്നീട് അവിടെ നിന്ന് നമുക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു പാസേജ് ഉണ്ട്. പാസേജിന്റെ ലെഫ്റ്റും റൈറ്റും ഹോളുകളാണ്. മെയിൻ ഹോളുണ്ട്, ഓക്സിലറി ഹോളുണ്ട്, കിച്ചൺ ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് സ്റ്റോറേജ് സ്പേസസ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഫുഡ് ഡൈനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ഹോളാണിത്. അപ്പോൾ അടുക്കളയോട് ചേർന്ന് തന്നെയാണ് ഈ ഒരു ഡൈനിങ് ഹോൾ ഉണ്ടാവുക. അധികവും അടുക്കളയിൽ നമുക്ക് ഒരുമാതിരി വേണ്ട പെരുമാറേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ടാവും. ഒരു ട്രോളി ഉണ്ടാവും, ഓവൻ ഉണ്ടാവും, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ഓവൻ,
അങ്ങനെ ബേസിക് ആയിട്ടുള്ള ഒരു വീട്ടിലേക്ക് വേണ്ട രീതിയിൽ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ നടത്തുന്നുണ്ട് ഒരു 19 പേർക്ക് മാനേജ് ചെയ്യാവുന്ന ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള സകലവിധ കാര്യങ്ങളും ഈ പറഞ്ഞ ലൊക്കേഷനിൽ ഉണ്ടാവും. ഇങ്ങനെ ഒരു ഓപ്പൺ ഫീൽഡും ഉണ്ടാവും. നമുക്കിനി ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് പുറത്ത് പോയിരുന്ന് കഴിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതുപോലെ തന്നെ ഇതുപോലെയുള്ള ട്രോളികളിൽ സ്റ്റോറേജ് സ്പേസിൽ നമ്മുടെ ടേബിളും കസേരകളും വെച്ചിട്ടുണ്ടാവും. അത് നമ്മൾ സ്വന്തം എടുത്ത് നിരത്തണം. അതുപോലെ തന്നെ ടോയ്ലറ്റ് സംവിധാനങ്ങൾ അടുത്ത് തന്നെ ഉണ്ടാവും. ഡിസേബിൾ ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ടോയ്ലറ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ കുട്ടികൾക്ക് ആയിട്ടുള്ള ടോയ്ലറ്റ് ഉണ്ടാവും. മുതിർന്നവർക്കായിട്ടുള്ള ടോയ്ലറ്റുകൾ ഉണ്ടാവും. ഇതുപോലെ തന്നെ കുട്ടികൾക്ക് ബേബി ചേഞ്ചിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവരുടെ സ്നാക്കിങ് കാര്യങ്ങളൊക്കെ കുഞ്ഞു കൊച്ചുങ്ങളെ കിടത്തി അതിൻ്റെ അകത്ത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ബേബി ടോയ്ലറ്റും സംവിധാനങ്ങളും ഉണ്ടാവും. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. എല്ലാ കാര്യങ്ങളും നീറ്റ് ആൻഡ് ടൈഡി ആയിരിക്കും. ഇത് നമുക്ക് എങ്ങനെ അവർ തരുന്നോ അതുപോലെ തന്നെ ക്ലീൻ ആക്കി നമ്മൾ തിരിച്ചു കൊടുക്കണം എന്നുള്ളതാണ് എഗ്രിമെൻ്റ്. ഇപ്പോൾ ടേബിളൊക്കെ എടുത്ത് ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ ടേബിളും കാര്യങ്ങളും കസേരകളും കാര്യങ്ങളൊക്കെ നിരത്തിയിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ നമ്മൾ തിരിച്ച് ക്ലീൻ ചെയ്ത് എടുത്തു വെക്കണം. ഇനി ക്ലീൻ ചെയ്തതിന് ശേഷം വരുന്ന വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം നമ്മൾ ബ്ലാക്ക് ലൈനറിൽ കെട്ടി അവിടെ ബിന്നുകൾ വെച്ചിട്ടുണ്ടാകും. അതത് ബിന്നുകളിൽ കൃത്യമായിട്ട് ഇടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഇവിടുത്തെ ഒരു റൂമും കാര്യങ്ങളൊക്കെ കിട്ടുക. അപ്പോൾ നമ്മൾ ഒരു കുഞ്ഞു ഫംഗ്ഷനൊക്കെ പറ്റിയ ഒരു ഹോളാണിത്. 50 പേര് മുതൽ 100 പേർക്ക് വരെ സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു കുഞ്ഞു ഹോളായിരുന്നു ഇത്. അപ്പോൾ മറ്റൊരു യാത്രയായിട്ട് വീണ്ടും കാണാം. അതൊരു എല്ലാവരും